എന്നെ കാണിക്കാൻ വരുന്ന ഹാർട്ട് സംബന്ധമായി അസുഖങ്ങളുള്ള രോഗികളോട് ഞാൻ പലപ്പോഴും കരളിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഹാർട്ടിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് എന്തിനാണ് ലിവർ നോക്കുന്നത്? സത്യത്തിൽ ഹാർട്ടും ലിവറും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിവറിൽ വരുന്ന പല അസുഖങ്ങളും ഹൃദയത്തെയും രക്തധമനികളെയും നേരിട്ട് ബാധിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു വിചാരിക്കാം. ആ ഹോട്ടലിൽ ഒരു കിച്ചൺ ഉണ്ട്, അതാണ് ലിവർ. അതുപോലെ ഒരു ഡൈനിങ് റൂം ഉണ്ട്, അതാണ് ഹൃദയം. കിച്ചണും ഡൈനിങ് റൂമും തമ്മിൽ കണക്റ്റഡ് ആണ്. ഡൈനിങ് റൂം അതായത് ഹൃദയം വളരെ വൃത്തിയുള്ളതാണ്. ടേബിളൊക്കെ നല്ല ഭംഗിയുണ്ട്, സീറ്റൊക്കെ നല്ല ക്ലീൻ ആണ്, നല്ല വെളിച്ചവും ആംബിയൻസും ഉണ്ട്. നമ്മൾ ഡൈനിങ് റൂമിലാണ് ഇരിക്കുക. നമ്മൾ വിചാരിക്കും നല്ല ഹോട്ടലാണല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ, അതായത് ലിവറിൽ ചെന്ന് നോക്കുമ്പോൾ, അവിടെ മൊത്തത്തിൽ ഒരു വൃത്തിയുമില്ല. ഭക്ഷണങ്ങളൊക്കെ വാരി വിതറി കിടക്കുകയാണ്. അതിനു പുറമെ കേടായ ഭക്ഷണങ്ങളുണ്ട്. ഇതുപോലെയാണ് ലിവർ കേടുവന്നാൽ. ഹൃദയം എത്ര വൃത്തിയുള്ളതാണെങ്കിലും ഹൃദയത്തിൽ പമ്പിങ്ങും രക്തയോട്ടമൊക്കെ നോർമൽ ആണെങ്കിൽ പോലും കിച്ചണായ ലിവറിൽ കേടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണം അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. നമ്മുടെ ശരീരത്തിലെ എല്ലാ കെമിസ്ട്രിയും നിയന്ത്രിക്കുന്നത് കരളാണ്. അത് കൊളസ്ട്രോളിന്റെ നിർമ്മാണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, നീർക്കെട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, രക്തം കട്ട പിടിക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരളിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളെയും മോശമായി ബാധിക്കും. കൊളസ്ട്രോളിന്റെ നിർമ്മാണവും അതിന്റെ പ്രോസസ്സിങ്ങും കരളാണ് ചെയ്യുന്നത്. 80% നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ കാരണം ലിവറാണ്, ഭക്ഷണം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ലിവറിന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കൂടാൻ സാധ്യതയുണ്ട്. ഇത് ഹൃദയത്തെ ബാധിക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും ഭക്ഷണത്തിൽ നല്ല ചിട്ടകൾ ഉള്ളവർക്ക് പോലും ലിവറിന്റെ അസുഖം കാരണം രക്തത്തിൽ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തേതായിട്ട് ശരീരത്തിലെ നീർക്കെട്ട് നിയന്ത്രിച്ച് നിർത്തുന്നത് ലിവറാണ്. അതുകൊണ്ട് തന്നെ ലിവറിൽ അസുഖം വരുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ശരീരത്തെ അറ്റാക്ക് ചെയ്യും. ഇത് രക്തധമനികളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മൂന്നാമത്തേതായിട്ട് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ കൺട്രോളിലെ ഒരു വലിയ ഭാഗം ലിവറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസുലിനുമായിട്ട് ലിവർ റെസിസ്റ്റന്റ് ആവുന്ന സമയത്ത് ശരീരത്തിൽ ഷുഗർ കൂടുകയാണ്. ഇത് രക്തധമനികളെ നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട്. നാലാമത്തേതായിട്ട് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതിന്റെ ഫാക്ടറി ലിവറാണ്. ലിവറിന് കേടുള്ള വ്യക്തികൾക്ക് പലപ്പോഴും രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകളും രക്തം അമിതമായിട്ട് ലൂസ് ആവുന്ന അവസ്ഥകളും വരാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ശുദ്ധ രക്തധമനികളിലും ചീത്ത രക്തധമനികളിലും ബ്ലഡ് ക്ലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് ലിവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എത്തുന്ന ഒരുവിധം ടോക്സിനുകളൊക്കെ ഡീടോക്സ് ചെയ്യുന്ന അവയവം ലിവറാണ്. ലിവറിന് കേടുവന്നാൽ ഈ ടോക്സിൻസ് എല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഹൃദയത്തിന്റെ മാംസപേശികളെയും രക്തധമനികളെയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിൽ ചിലരെങ്കിലും ലിവർ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലിവറിന്റെ അസുഖം വരുന്ന സമയത്ത് പലപ്പോഴും പുറമേക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ക്ഷീണമോ തളർച്ചയോ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ വല്ലപ്പോഴെങ്കിലും ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും.